ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞാൽ ആദ്യ നമ്മളെ 15 to 30 30 to മോളിലേക്കുള്ളത് അതെങ്ങനെയാണ് കാറ്റഗറി മത്സരം? യെസ്, അപ്പോൾ 2 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ മത്സരം നടത്തിയിട്ടുള്ളത്. 15 to 30 ഇയേഴ്സിൽ ആണ് ഫസ്റ്റ് കാറ്റഗറി. ആൻഡ് അതിൽ ഫസ്റ്റ് പ്രൈസ് വിന്നർ ആയിട്ട് വന്നിട്ടുള്ളത് ഇസ് ജിൻസി ഓടിയെത്തത് 20 minutes and 17 seconds ഓഫ് ടൈമിലാണ് ജിൻസി ഓടിയെത്തിയിട്ടുള്ളത്. സോ ജിൻസിക്ക് ഒരു വലിയ കൈയടി. ആൻഡ് നെക്സ്റ്റ് വൺ ആശ ഓടിയെത്തിയത് 21 minute 30 second സമയം. ഇടുക്കിയിൽ നിന്നാണ് ആശ കൊച്ചിയിലേക്ക് എത്തി മാരത്തണിൽ രണ്ടാമത് എത്തിയത് എന്നുള്ളതാണ്. അതുപോലെ 3ാം സ്ഥാനത്ത് നിത്യയാണ് എത്തിയത് 25 minute 32 second കൊണ്ട്. എറണാകുളത്ത് തന്നെ വരുന്ന കുട്ടിയാണ്. അതെ. ഇനി 30+ കാറ്റഗറി ഞാനൊന്ന് വായിക്കാം. അത് രമയാണ് ഫസ്റ്റ് പ്രൈസ് എടുത്തിരിക്കുന്നത്. സോ രമ നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിരുന്നു അല്ലേ? സച്ച് ആൻ ഇൻസ്പയറിംഗ് വുമൻ ഷീ ഈസ്. ആൻഡ് രമ ചേച്ചി ഓടി എത്തിയിരിക്കുന്നത് 24 minutes and 49 seconds ഓഫ് ടൈമിലാണ് രമചേച്ചി ഓടി എത്തിയിരിക്കുന്നത്. ആൻഡ് മിനു വിക്ടർ, അതെ, രണ്ടാമത്തെ ആള് അല്ലേ? മിനു വിക്ടർ എറണാകുളത്ത് നിന്ന് തന്നെ 28 minute 23 സെക്കൻഡിലാണ് മിനു വിക്ടർ ഓടി എത്തിയിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഷെൽമ റോഷൻ. ഷെൽമ ഫോർട്ട് കൊച്ചി എന്നാണ്, അഗൈൻ എറണാകുളംകാരിയാണ്. അപ്പം ഷെൽമ ഓടി എത്തിയിരിക്കുന്നത് 28 minutes and 36 secondsലാണ്. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദി വിന്നേഴ്സ്. ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ ഇവിടെ ഓടിയെത്തുന്ന എല്ലാവരും, ഈ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും വിന്നേഴ്സ് ആണ് എന്നുള്ളതാണ്. പിങ്ക് മിഡ് നൈറ്റ് റൺ പൂർത്തിയാക്കുന്നവർ രജിസ്ട്രേഷൻ സമയത്ത് ലഭിക്കുന്ന മെഡൽ ആൻഡ് സർട്ടിഫിക്കറ്റ് കൂപ്പൺ നൽകി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മെഡലും കൗണ്ടറിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, പിങ്ക് മിഡ് നൈറ്റ് റൺ പൂർത്തിയാക്കുന്നവർ രജിസ്ട്രേഷൻ സമയത്ത് ലഭിക്കുന്ന മെഡൽ ആൻഡ് സർട്ടിഫിക്കറ്റ് കൂപ്പൺ നൽകി പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെഡലും കൗണ്ടറിൽ നിന്നും കൈപ്പറ്റേണ്ടതാണ്. നമ്മുടെ വിന്നേഴ്സിന്റെ ഒരു സ്പെഷ്യൽ അറ്റൻഷൻ, ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ പേർപ്പിൾ ആൻഡ് മഞ്ഞ റിസ്റ്റ് ബാൻഡുകളും ചെസ് നമ്പറും അത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു റിസ്റ്റ് ബാൻഡും ചെസ് നമ്പറും കയ്യിൽ തന്നെ വെക്കുക. ബിക്കോസ് അതില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറമണി വരെ കയ്യിലുള്ള റിസ്റ്റ് ബാൻഡും അതുപോലെ തന്നെ ആ ഒരു ചെസ് നമ്പറും കീപ് ഇറ്റ് വെരി സേഫ്ലി വിത്ത് യു. കണ്ണമ്മ തൊട്ടടുത്തുനിന്ന് തന്നെ ആദ്യമായിട്ടാണോ? നന്നായിട്ട് ഓടി. ഇതിനു മുൻപ് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓടി പ്രാക്ടീസ് ഉണ്ടോ? ഇല്ല. ഒന്നുമില്ല, വെറുതെ ഓടി. എല്ലാ ദിവസവും ഓടാറുണ്ടോ? ഇല്ല. ഒന്നുമില്ല, വെറുതെ ഓടിയത്. അപ്പൊ നന്നായി, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Pink Midnight Run